സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് ആലുവ 64ാമത് വാർഷിക റിപ്പോർട്ട്. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സദസ്സിലുള്ള മാന്യ വ്യക്തികളെ, ബ്ലൈൻഡ് സ്കൂൾ സൊസൈറ്റി ഭാരവാഹികളെ, പൂർവ്വ അധ്യാപകരെ, പൂർവ്വ വിദ്യാർത്ഥികളെ, രക്ഷാകർത്താക്കളെ, സഹപ്രവർത്തകരെ, പ്രിയ കുഞ്ഞുങ്ങളെ, സ്കൂൾ ഫോർ ദി ബ്ലൈൻഡിൻ്റെ 2025-26 അധ്യയന വർഷത്തെ വാർഷിക റിപ്പോർട്ട് നിങ്ങളേവരുടെയും അറിവിനും അംഗീകാരത്തിനുമായി സന്തോഷപൂർവ്വം സമർപ്പിക്കുന്നു. 63ാമത് സ്കൂൾ വാർഷികം 2025 ഫെബ്രുവരി 16 ശ്രീ ടിജു തോമസ് IRS ഉദ്ഘാടനം ചെയ്യുകയും മീഡിയ ജേർണലിസ്റ്റ് ശ്രീ ടോം കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു. സ്കൂൾ മാനേജ്മെൻറ്റ്, നവീന ആശയങ്ങൾ, കാര്യക്ഷമമായ പ്രവർത്തനം, ഉദാത്തമായ സമീപനം, ഉപാധികളില്ലാത്ത കരുതൽ, ഇവയുടെ ആകെത്തുകയാണ് കേരള ബ്ലൈൻഡ് സ്കൂൾ സൊസൈറ്റി. ഈ സൊസൈറ്റിയുടെ 2025-26 പുതിയ ഭാരവാഹികൾ: പ്രസിഡന്റ് ശ്രീ രാജു വർഗീസ്, സെക്രട്ടറി ശ്രീ ജോർജ് സി ചാക്കോ, ട്രഷറർ സുദീപ് സക്കറിയ എന്നിവരാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെ ദീർഘവീക്ഷണത്തോടെ നേതൃത്വം നൽകുകയും കാഴ്ചാപരിമിതിയുള്ളവരുടെ എംപവർമെൻറ്റിനു വേണ്ടി പ്രവർത്തിച്ചു വന്ന മാനേജർ ശ്രീ TJ ജോൺ സർ 2025 സെപ്റ്റംബർ 26 വളരെ ആകസ്മികമായി നമ്മോട് വിട പറഞ്ഞു. ഈ സമയം നന്ദിയോടെ സാറിന് പ്രണാമം. ഈ വിദ്യാലയത്തിൽ വിവിധ തസ്തികകളിലായി 22 പേർ ജോലി ചെയ്യുന്നു. ഈ വർഷം പുതിയതായി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ശ്രീ ലാബി ജോൺ, ആയി മിസ് ലിജിന മറിയം ജോസഫ് എന്നിവരെ നിയമിച്ചു. കഴിഞ്ഞ 33 വർഷക്കാലം ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്ന ശ്രീമതി അനിത കെ വർഗീസ്, 20 വർഷക്കാലം ജോലി ചെയ്തു വരുന്ന ശ്രീമതി സുധാമ സക്കറിയ എന്നിവരുടെ നിസ്വാർത്ഥ സേവനത്തിന് ബ്ലൈൻഡ് സ്കൂൾ കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും ഭാവുകങ്ങളും. 2025-26 അധ്യയന വർഷം ജൂൺ 2 പ്രവേശനോത്സവത്തോടെ തുടക്കം കുറിച്ചു. പ്രശസ്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മോട്ടിവേഷൻ സ്പീക്കറുമായ ശ്രീ ഐപ്പ് വള്ളിക്കാടനായിരുന്നു മുഖ്യപ്രഭാഷണം. ഇത്തവണ ഉന്നത വിജയം കരസ്ഥമാക്കിയ SSLC+2 ബിരുദ വിദ്യാർത്ഥികളാണ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത്. +2 കൊമേഴ്സ് CBSE പരീക്ഷയിൽ ഓൾ ഇന്ത്യയിൽ 1ാം സ്ഥാനം നേടിയ മനോജ് R, സ്റ്റേറ്റ് സിലബസിൽ കൊമേഴ്സിൽ സ്കൂൾ ടോപ്പറായി 99% വാങ്ങിയ ഐബിൻ സി തോമസ്, ഇന്റർനാഷണൽ സിലബസിൽ ഫുൾ A1 നേടിയ ഗോവിന്ദ് TR, SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ അശ്വിനി N കിണി, മ്യൂസിക് ബിരുദം നേടിയ കേരളത്തിലെ ആദ്യത്തെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റിയുള്ള വനിതയായ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി ഋതമോൾ KN എന്നിവരെ ആദരിച്ചു. ഈ വർഷം 9 കുട്ടികളാണ് പുതിയതായി പ്രവേശനം നേടിയത്. SSK പ്രവർത്തനങ്ങൾ. ഈ വർഷവും പാഠ്യേതര പ്രവർത്തനങ്ങൾ മികവുറ്റതാക്കാൻ അധ്യാപക പരിശീലനങ്ങളും കുട്ടികൾക്കായി പലവിധ മത്സരങ്ങളും നടത്തി. ബ്രെയിൽ ക്വസ്റ്റ്യൻ പേപ്പർ അഡാപ്റ്റേഷൻ വർക്ക്ഷോപ്പുകൾ, ഇൻക്ലൂസീവ് സ്പോർട്സ് എന്നിവ നടത്തി. ഇത്തവണയും സ്കൂൾ ഒളിമ്പിക്സിൽ നമ്മുടെ 2 കുട്ടികൾ പങ്കെടുത്തു. അധ്യാപക രക്ഷാകർതൃ സംഘടന ശ്രീ മെജോ ജോസഫിൻ്റെ നേതൃത്വത്തിൽ 15-അംഗ PTA കമ്മിറ്റി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. വിദ്യാലയത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ സഹായങ്ങളും PTA നൽകി വരുന്നു. അധ്യാപക ദിനത്തിന് എല്ലാ ജീവനക്കാരെയും ആദരിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സ്കൂൾ പരിസരം വൃത്തിയാക്കി. കഴിഞ്ഞ വർഷത്തെ സ്കൂൾ വാർഷികം വളരെ മനോഹരമായി നടത്തിയത് PTA അംഗങ്ങളായിരുന്നു. ഈ സമയം എല്ലാ PTA അംഗങ്ങൾക്കും നന്ദി പറയുന്നു. ആഘോഷങ്ങളും ദിനാചരണങ്ങളും. ലോക പരിസ്ഥിതി ദിനാഘോഷം എറണാകുളം സെൻറ് ആൽബർട്ട്സ് കോളേജ് ബോട്ടണി വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തി. സ്പോക്ക് സംഘടന 14 കുട്ടികൾക്ക് NIEPVയുടെ ബ്രെയിൽ കിറ്റ് വിതരണം ചെയ്തു. കുട്ടികൾ ഔഷധ ചെടികൾ നട്ടു. വായനാ ദിനത്തോടനുബന്ധിച്ച് വിജ്ഞാനദീപം പള്ളിക്കൂടം കാഴ്ച പരിമിതർക്കു വേണ്ടി നടത്തുന്ന വായനാ മത്സര സംസ്ഥാനതല ക്വിസിൽ നമ്മുടെ മുഹമ്മദ് V 1ാം സ്ഥാനത്തിന് അർഹനായി. ഈ വർഷത്തെ വായനാ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ആലുവ സെൻറ് സേവിയേഴ്സ് വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മിലൻ ഫ്രാൻസ് ഉദ്ഘാടനം ചെയ്ത മീറ്റിംഗിൽ ഭാരതമാതാ ലോ കോളേജ് സ്റ്റുഡൻസ് നമ്മുടെ കുട്ടികൾക്കായി ഓഡിയോ ബുക്സിൻ്റെ ലോഞ്ച് നടത്തി. ഒരാഴ്ച നീണ്ടുനിന്ന വായനാ വാരത്തോടനുബന്ധിച്ച് കയ്യെഴുത്തു മാസിക പ്രകാശനം ചെയ്തു. യോഗാ ദിനവും സംഗീത ദിനവും.
യോഗാ ദിനം KBSS കൗൺസിൽ മെമ്പറും LF ഐ ഹോസ്പിറ്റൽ HODയുമായ ഡോക്ടർ തോമസ് ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. യോഗ മാസ്റ്റർ ശ്രീ രതീഷ് യോഗയെക്കുറിച്ച് ക്ലാസ് എടുക്കുകയും കുട്ടികളുടെ യോഗ പ്രദർശനം നടത്തുകയും ചെയ്തു. സംഗീത ദിനത്തോടനുബന്ധിച്ച് സംഗീതാധ്യാപിക സംഗീതോപകരണങ്ങൾ പ്രദർശിപ്പിക്കുകയും കുട്ടികൾക്കായി അതിൻ്റെ വിശദീകരണം നടത്തുകയും രാഗമധുര പരിപാടി അവതരിപ്പിക്കുകയും ചെയ്തു. ബഷീർ ദിനവും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും ഇത്തവണ നിർവഹിച്ചത് എഴുത്തുകാരനും കലാകാരനുമായ അധ്യാപകൻ ശ്രീ ഹാഷിം കൂട്ടായി ആയിരുന്നു. വളരെ മനോഹരമായി ബഷീർ കൃതികളിലെ കഥാപാത്രങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയ പ്രതീതിയായിരുന്നു ഇത്തവണ ബഷീർ ദിനത്തിൽ. ഹെലൻ കെല്ലർ ദിനാചരണവും സെൻസറി ഗാർഡൻ ഉദ്ഘാടനവും ജൂലൈ 27 നടത്തി. കുട്ടികൾ സ്പർശിച്ചും കേട്ടും രുചിച്ചും അറിയാൻ പറ്റുന്ന രീതിയിൽ മനോഹരമായ ഒരു സെൻസറി ഗാർഡൻ എറണാകുളം ലയൺസ് ക്ലബ് ലിയോസ് ഒരുക്കിത്തന്നു. എറണാകുളം ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ഉദ്ഘാടനം നിർവഹിച്ചു. അന്നേ ദിവസം KPMG ഗ്ലോബൽ ഓഡിറ്റിംഗ് കമ്പനി മനോഹരമായ ഒരു വെർട്ടിക്കൽ ഗാർഡൻ ഒരുക്കിത്തന്നു. ചാന്ദ്രദിനം കുട്ടികളിൽ ശാസ്ത്രാവബോധം വളർത്താനും ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് ജിജ്ഞാസ വർദ്ധിപ്പിക്കാനുമായി വിവിധ പരിപാടികൾ നടത്തി. ചാന്ദ്രയാൻ മോഡൽ ഉണ്ടാക്കുകയും കുട്ടികൾ കൗതുകത്തോടെ അത് മനസ്സിലാക്കുകയും ചെയ്തു. ഇത് ഉണ്ടാക്കിയ ശ്രീ അജി ജോണിന് ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ ശ്രീ മധുസൂദനൻ സാർ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും ശാസ്ത്ര പരീക്ഷണങ്ങളും പഠനോപകരണങ്ങളും നിർമ്മിക്കാനുള്ള പരിശീലനവും നൽകി. സ്വാതന്ത്ര്യദിനം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 1 മുതൽ 15 വരെ കുട്ടികൾ വിവിധ സ്വാതന്ത്ര്യ സമര സേനാനികളാവുകയും അവരെ പരിചയപ്പെടുത്തുകയും ചെയ്തു. എല്ലാ ദിവസവും ക്വിസ് നടത്തുകയും ചെയ്തു. മാനേജർ ശ്രീ TJ ജോൺ പതാക ഉയർത്തുകയും ചൈനീസ് ഗാർഡൻ MD ശ്രീ സുരേഷ് ജോർജ് മുഖ്യ സന്ദേശം നൽകുകയും കുട്ടികൾക്ക് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. ഓണാഘോഷം വളരെ മനോഹരമായ ഓണാഘോഷം നടത്തി. പൂക്കള മത്സരത്തോടെ ആരംഭിച്ച ഓണാഘോഷം വിവിധ പരിപാടികളോടെ ഓണസദ്യയ്ക്കു ശേഷം കുട്ടികൾ ഓണാവധിക്കായി ഭവനങ്ങളിലേക്ക് പിരിഞ്ഞു. വേൾഡ് വൈറ്റ് കെയിൻ ദിനാചരണം ഇത്തവണ കാഴ്ചപരിമിതരുടെ അവകാശങ്ങളെക്കുറിച്ചും അവബോധം ഉണ്ടാക്കുന്നതിനായി MRS സ്കൂളിൽ നിന്ന് നമ്മുടെ വിദ്യാലയത്തിലേക്ക് റാലി നടത്തി. SPC ഓഫീസർ ഫ്ലാഗ് ഓഫ് ചെയ്ത റാലിയിൽ MRS സ്റ്റുഡൻസ്, രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻസ്, ഭാരതമാതാ കോളേജ് സ്റ്റുഡൻസ്, ഓർബിക് പരിവർത്തൻ സെൻറ്റർ സ്റ്റുഡൻസ് എന്നിവർ പങ്കെടുത്തു. ഫ്ലാഷ് മോബ് മത്സര വിജയികൾക്ക് മണ്ണാർപ്രയിൽ കോർ എപ്പിസ്കോപ്പ എവറോളിംഗ് ട്രോഫി സമ്മാനിച്ചു. കേരളപ്പിറവി ദിനാഘോഷവും ഇന്റർ സ്കൂൾ ട്വിന്നിംഗ് പ്രോഗ്രാമും സമുചിതമായി നടത്തി. നവംബർ 2 മുതൽ 6 വരെ പൂനെയിലെ NABയുടെ ജാഗൃതി സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് ഗേൾസിലെ 27 പേരടങ്ങുന്ന സംഘം നമ്മുടെ വിദ്യാലയത്തിൽ താമസിച്ച് നമ്മുടെ വിദ്യാലയത്തിലെ പഠന രീതികൾ മനസ്സിലാക്കുകയും കേരളത്തിലെ പല സ്ഥലങ്ങളും സന്ദർശിക്കുകയും ചെയ്തു. എക്സ്പീരിയൻസ് ഷെയറിങ്ങിലൂടെ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും അവരുടെ സംസ്കാരത്തെക്കുറിച്ചും കൂടുതൽ അറിയാൻ ഈ പ്രോഗ്രാമിലൂടെ കുട്ടികൾക്കും ജീവനക്കാർക്കും കഴിഞ്ഞു. ഇതൊരു പുതിയ അനുഭവമായിരുന്നു. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ പ്രവൃത്തി പരിചയമേളയും സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവവും നവംബർ 7, 8 തീയതികളിൽ പാലക്കാട് വെച്ച് നടന്ന സംസ്ഥാന പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുത്ത 12 ഇനങ്ങളിലും A ഗ്രേഡ് നേടുകയും 6 ഇനങ്ങളിൽ സമ്മാനം നേടുകയും ചെയ്ത് ഓവറോൾ റണ്ണറപ്പ് ആവുകയും മലപ്പുറത്ത് വച്ച് നടന്ന സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത 10 ഇനങ്ങളിലും A ഗ്രേഡും 9 ഇനങ്ങളിൽ സമ്മാനം നേടുകയും ചെയ്ത് ഓവറോൾ ചാമ്പ്യൻഷിപ്പും കരസ്ഥമാക്കി. ഇതിന് നേതൃത്വം നൽകിയ ക്രാഫ്റ്റ് ടീച്ചർ ശ്രീമതി ബെറ്റി, സംഗീതാധ്യാപിക ശ്രീമതി പ്രവീണ, ബാൻഡ് മാസ്റ്റർ ശ്രീ ജോസ് എന്നിവർക്കും എല്ലാ സഹപ്രവർത്തകർക്കും നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ക്രിസ്തുമസ് ആഘോഷം സ്നേഹം മണ്ണിൽ മനുഷ്യനായി പിറന്നതിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഈ വർഷവും വളരെ ഭംഗിയായി ക്രിസ്തുമസ് കരോൾ നടത്തി. മുഖ്യ സന്ദേശം നൽകിയത് ആലുവ മർത്തോമ ചർച്ച് വികാരി ഫാദർ സൈമൺ ആയിരുന്നു. വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നുമായി 10 കരോൾ ഗ്രൂപ്പുകൾ ഗാനങ്ങൾ ആലപിച്ച് സൗഹാർദ്ദം പങ്കിട്ടു. ലൂയി ബ്രെയിൽ ദിനം ലൂയി ബ്രെയിൽ ദിനത്തോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങൾ നടത്തുകയും ഓൾ ഇന്ത്യ ഡെന്റൽ അസോസിയേഷൻ കൊച്ചിൻ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ദന്തപരിശോധനാ ക്യാമ്പ് നടത്തുകയും ചെയ്തു. മികവിൻ്റെ പ്രവർത്തനങ്ങൾ കുട്ടികളുടെ സർവ്വതോന്മുഖമായ വികാസമാണ് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഇതിനായി ധാരാളം പാഠ്യേതര പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. കഴിഞ്ഞ വർഷം മാതൃഭൂമി സീഡ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് മാതൃഭൂമിയുടെ ഹരിത ജ്യോതി പുരസ്കാരം ലഭിച്ചു. ഈ വർഷവും കുട്ടികൾ വിവിധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. കുട്ടികളുടെ സർഗ്ഗവാസനകൾ കണ്ടെത്തി പരിശീലനം നൽകാൻ ആഴ്ചയിൽ 2 ദിവസം ബാൻഡ് ഉപകരണങ്ങൾ പരിശീലിപ്പിക്കുന്നു. ആഴ്ചയിൽ 2 ദിവസം ചെസ് പരിശീലനം,
ക്രിക്കറ്റ്, ഫുട്ബോൾ പരിശീലനവും നൽകി വരുന്നു. ഈ വർഷം ആദ്യമായി ഫുട്ബോൾ ടീം രൂപീകരിക്കുകയും വിഷൻ വാരിയർ എന്ന പേരിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന ടൂർണമെൻറ്റിൽ പങ്കെടുക്കുകയും ചെയ്തു. കേരള ബ്ലൈൻഡ് ഫുട്ബോൾ ടീമിലേക്ക് മികച്ച പ്രകടനം കാഴ്ചവെച്ച മുഹമ്മദ് വി എ, ബദ്ര വി എസ് എന്നിവർക്ക് സെലക്ഷൻ ലഭിച്ചു. മുഹമ്മദ് വി എ നാഷണൽസ് കളിക്കാൻ ഉത്തരാഖണ്ഡിൽ പോവുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. അതുപോലെ ബദ്ര വി എസ് കേരള ബ്ലൈൻഡ് വിമൻസ് ക്രിക്കറ്റ് ടീമിൽ നാഷണൽ കളിച്ച് വിജയം വരിച്ച മിടുക്കിയാണ്. ഈ കുട്ടികൾക്ക് മികച്ച പരിശീലനം നൽകുന്ന നമ്മുടെ പുതിയ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ശ്രീ ലാബി ജോണിന് അഭിനന്ദനങ്ങൾ. ഓൾ കേരള ചെസ് ടൂർണമെൻറ്റിൽ പങ്കെടുത്ത് ജൂനിയർ കാറ്റഗറിയിൽ മിലൻ മാത്യു 2ാം സ്ഥാനം നേടി. നമ്മുടെ വിദ്യാലയത്തിലെ റിയാൻ പ്രിയേഷിന് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. അവധിക്കാല നീന്തൽ പരിശീലനം ഈ വർഷവും ഇക്യുബീയിങ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ 10 കുട്ടികൾക്ക് നടത്തി. വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഇത്. കുട്ടികൾ പെരിയാർ ക്ലബ്ബ് സ്വിമ്മിംഗ് പൂളിലാണ് നീന്തൽ പരിശീലിപ്പിച്ചത്. ഇതിനായി ഒരു പോർട്ടബിൾ സ്വിമ്മിംഗ് പൂളും നമുക്കായി ഇക്യുബീയിങ് ഫൗണ്ടേഷൻ സംഭാവന നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായി നേവി മാരത്തണിൽ നമ്മുടെ 30 കുട്ടികൾ പങ്കെടുത്തു. പഠനയാത്രകൾ ഇത്തവണ ഇൻക്ലൂഷൻ മൂവ്മെൻറ്റ് സംഘടനയുടെ നേതൃത്വത്തിൽ നേവൽ മ്യൂസിയം, കൊച്ചി പൈതൃക മ്യൂസിയം എന്നിവ സന്ദർശിച്ചു. ഇന്ത്യൻ നേവി കുട്ടികളെ വാർഷിപ്പ് കാണിക്കുന്നതിന് അവസരം നൽകി. അതോടൊപ്പം കുട്ടികളെ ക്രൂയിസ് ബോട്ടിൽ കായലിലൂടെ യാത്ര ഒരുക്കുകയും ചെയ്തു. കുട്ടികൾക്ക് ഇന്ത്യൻ നേവി സമ്മാനങ്ങൾ നൽകി. ഇതിന് നേതൃത്വം നൽകിയ അനിൽ കപൂർ സർ, വിപിൻ ഡാക്കൂർ സർ എന്നിവരോടും ഇന്ത്യൻ നേവിയോടുമുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ കുട്ടികൾ ജസ്റ്റിസ് കെ സുകുമാരൻ സാറിനെ സന്ദർശിക്കുകയും അഭിമുഖം നടത്തുകയും ചെയ്തു. പഠന പ്രവർത്തനങ്ങൾ അക്കാദമിക മികവാണ് വിദ്യാലയ മികവ് എന്ന ലക്ഷ്യത്തിലൂന്നി ധാരാളം പഠന പ്രവർത്തനങ്ങൾ നടത്തുന്നു. എല്ലാ ദിവസത്തെയും അസംബ്ലി 3 ഭാഷകളിലായി ഓരോ ക്ലാസുകളും നടത്തുന്നു. കുട്ടികളുടെ അക്കാദമിക മികവിനായി പല ഏജൻസികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിഷൻ എംപവർ ഓർഗനൈസേഷൻ കഴിഞ്ഞ 5 വർഷങ്ങളായി നമ്മുടെ അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു. ഈ വർഷം കേരളത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് സോൺ നമ്മുടെ വിദ്യാലയത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. കാഴ്ചാപരിമിതിയുള്ള കുട്ടികൾക്കും സ്റ്റെം എഡ്യൂക്കേഷൻ ലളിതമായി മനസ്സിലാക്കി പഠിക്കുന്നതിനാവശ്യമായ ഈ എക്സ്പീരിയൻസ് സോണിൽ 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള ശാസ്ത്ര തത്വങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാനും മറ്റ് അസസ്യ ഉപകരണങ്ങൾ പരിചയപ്പെടാനും കേരളത്തിലെ കാഴ്ചാപരിമിതരായ കുട്ടികൾക്കും അധ്യാപകർക്കും ഒരേപോലെ ഉപകാരപ്രദമാണ് ഈ യൂണിറ്റ്. ധാരാളം പഠനോപകരണങ്ങളാണ് VE നമുക്കായി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം കേരളത്തിൽ നമ്മുടെ വിദ്യാലയത്തിലാണ് ആദ്യമായി നേച്ചർ കോർണർ ഒരുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും 1ാം ക്ലാസ് മുതൽ റിഫ്രഷബിൾ ബ്രെയിൽ ഡിസ്പ്ലേ ബോർഡുകൾ വായിക്കുന്നതിനുള്ള പരിശീലനം നമ്മൾ നൽകി വരുന്നു. ഇതിനാവശ്യമായ ഹെക്സിസ് ഉപകരണം നമ്മുടെ കുട്ടികൾക്ക് നൽകുന്നതും വിഷൻ എംപവർ ഓർഗനൈസേഷനാണ്. ഇതിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ജിമോൾ മാത്യുവിനോടും വിഷൻ എംപവർ ഓർഗനൈസേഷനോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇക്യുബീയിങ് ഫൗണ്ടേഷൻ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സംഘടന നമ്മുടെ കുട്ടികൾക്കായി കഴിഞ്ഞ 4 വർഷങ്ങളായി വിവിധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. സ്വിമ്മിംഗ്, ഇംഗ്ലീഷ് ക്ലാസുകൾ, ഡിജിറ്റൽ ലിറ്ററസി, സ്പോർട്സ്, സൈക്കോളജി ക്ലാസുകൾ നടത്തിവരുന്നു. ആഴ്ചയിൽ 2 ദിവസം മിസ് ഏഞ്ചൽ മേരി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസുകൾ നടത്തുന്നു. ആഴ്ചയിൽ 2 ദിവസം നമ്മുടെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റിയുള്ള കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനായി മിറാക്കിൾ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററുമായി ചേർന്ന് ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ ബിഹേവിയറൽ തെറാപ്പി എന്നിവ ചെയ്തു വരുന്നു. ഇതിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ മിസ്റ്റർ ജോൺ സുമിത്തിനോടും ഇക്യുബീയിങ് ഫൗണ്ടേഷനോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ വർഷം 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുക്കാനും എക്സിബിഷൻ സ്റ്റാളിൽ നമ്മുടെ പഠനോപകരണങ്ങൾ പരിചയപ്പെടുത്താനും വാക്ക് വിത്ത് സയൻറ്റിസ്റ്റ് പരിപാടിയിൽ പങ്കെടുക്കാനും നമ്മുടെ 5 കുട്ടികൾക്ക് അവസരം ലഭിച്ചു. ഇത് കുട്ടികളുടെ ജീവിതത്തിലെ മറക്കാനാകാത്ത ഒരു അനുഭവമായിരുന്നു. ഈ വർഷം അധ്യാപകർക്കായി നടത്തിയ ഇന്നോവേറ്റീവ് ടീച്ചിങ് ലേണിംഗ് പ്രോജക്റ്റിൽ നമ്മുടെ വിദ്യാലയത്തിലെ ശ്രീ സുനിൽ ഫ്രാൻസിസിൻ്റെ സുഡോക്കോ പസിലിൻ്റെ സാധ്യതകൾ എന്ന പ്രോജക്റ്റ് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തു. SCERTയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പാഠപുസ്തകാനുരൂപീകരണം, ക്വസ്റ്റ്യൻ പേപ്പർ അഡാപ്റ്റേഷൻ ശില്പശാല എന്നിവയിൽ അധ്യാപകർ പങ്കെടുക്കുന്നു. RCI നടത്തുന്ന CRE പ്രോഗ്രാമുകളിലും എല്ലാ അധ്യാപകരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. രാജഗിരി ഹോസ്പിറ്റൽ നമ്മുടെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്കായി വോളണ്ടറിയായി ഫിസിയോതെറാപ്പിയും ഒക്യുപേഷൻ തെറാപ്പിയും നടത്തിവരുന്നു. സംഭാവനകൾ നമ്മുടെ പാഠ്യേതര പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തുവാൻ നമ്മെ സഹായിച്ച സുമനസ്സുകളെ നന്ദിയോടെ ഓർക്കുന്നു. ഈ വർഷം ഓർബിറ്റ് റീഡർ, ബാൻഡ് ഉപകരണങ്ങൾ, ബ്രെയിൽ പേപ്പറുകൾ, ബസ് ഫിറ്റ്നസ് എന്നിവയ്ക്ക് സഹായിച്ച KPMG ഗ്ലോബൽ ഓഡിറ്റിംഗ് കമ്പനി,
25 മാട്രസ് തന്ന റെസ്റ്റോലെക്സ് കയർ പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, 50 ട്യൂബ് ലൈറ്റ്, 50 ഫാൻ, 3 HP സബ്മേഴ്സിബിൾ മോട്ടോർ പമ്പ് എന്നിവ നൽകിയ റോട്ടറി ക്ലബ്ബ്, 3 HP മോട്ടോർ പമ്പും ഇൻസ്റ്റലേഷന് ആവശ്യമായ കാര്യങ്ങളും ചെയ്യുന്ന ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ, 11 സ്മാർട്ട് ഫോൺ കുട്ടികൾക്കായി നൽകിയ വിഷൻ എയ്ഡ് ഓർഗനൈസേഷൻ, ഇന്ത്യൻ നേവി, 10 ലാപ്ടോപ്പുകൾ നൽകിയ ഇക്യുബിംഗ് ഫൗണ്ടേഷൻ, 3 ലാപ്ടോപ്പുകൾ നൽകിയ ബെന്നി ബെഹനാൻ MP, അങ്ങനെ ചെറുതും വലുതുമായ സംഭാവനകൾ നൽകി വരുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ കേരള ബ്ലൈൻഡ് സ്കൂൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓർബിക് പരിവർത്തൻ സെന്ററിൽ ഹോസ്റ്റൽ പണിതു തന്ന സിന്തൈറ്റ് ഗ്രൂപ്പിനോടുമുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. സ്കൂൾ ബാഗുകൾ നൽകിയ ആർദ്രം ചാരിറ്റബിൾ സൊസൈറ്റി, സ്പെഷ്യൽ യൂണിഫോം നൽകിയ കളമശ്ശേരി മർത്തോമ സീനിയർ സിറ്റിസൺ ഫോറം, ബ്രെയിൽ സ്ലേറ്റ്, സ്റ്റൈലസ്, അബാക്കസ്, ചെസ് ബോർഡുകൾ വാങ്ങിത്തന്ന ബോബി ചാക്കോ സാർ, ഓഡിയബിൾ ഫുട്ബോൾ വാങ്ങിത്തന്ന മിസ്റ്റർ രോഹിത്, അങ്ങനെ നിരവധി സഹായങ്ങൾ നൽകിയ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. സന്ദർശകർ: വിവിധ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ സ്കൂൾ സന്ദർശിക്കുകയും വിസിറ്റേഴ്സ് ഡയറിയിൽ അവരുടെ അനുഭവക്കുറിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. സ്കോളർഷിപ്പുകൾ: ലേറ്റ് W. ജോർജ് മെമ്മോറിയൽ അവാർഡ് ബെസ്റ്റ് ഓൾറൗണ്ടർ ഓഫ് ദ കറന്റ് അക്കാഡമിക് ഇയറിന് നൽകുന്നു. ലേറ്റ് CP നായർ എൻഡോവ്മെൻറ്റ് 4-7 ക്ലാസ്സുകളിൽ പഠിച്ചിരുന്ന ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്ക് നൽകുന്നു. ലേറ്റ് ചിന്നമ്മ ഡേവിഡ് എൻഡോവ്മെൻറ്റ് ബെസ്റ്റ് ഓൾറൗണ്ടർ ഓഫ് ദ LP സ്റ്റുഡൻറ്റിന് നൽകുന്നു. ശ്രീമതി അന്നക്കുട്ടി ജോസ് എൻഡോവ്മെൻറ്റ് ബെസ്റ്റ് സയൻസ് സ്റ്റുഡൻറ്റിന് നൽകുന്നു. ശ്രീമതി ഓമന ടീച്ചർ മെമ്മോറിയൽ എൻഡോവ്മെൻറ്റ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പഠിക്കാൻ താല്പര്യമുള്ള പെൺകുട്ടിക്ക് നൽകുന്നു. ശ്രീമതി അച്ചാമ്മ മാത്യു എൻഡോവ്മെൻറ്റ് പൂർവ്വ വിദ്യാർത്ഥികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി നൽകുന്നു. PTA മെറിറ്റ് അവാർഡ് LP UP HS വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് നൽകുന്നു. എല്ലാ പ്രവർത്തനങ്ങളും യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തു വരുന്നു. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആലുവ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ്. ഒരു അധ്യയന വർഷത്തിനു കൂടി തിരശ്ശീല വീഴുമ്പോൾ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും പുതിയ അധ്യയന വർഷത്തിൽ സർവേശ്വരൻ്റെ കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.